നമുക്ക് സ്മാർട്ട് ഫോൺ കൊണ്ട് നിയന്ത്രിക്കാവുന്ന ഒരു ഡിഫറൻഷ്യൽ റോബോട്ടിനെ നിർമ്മിക്കാം. ഈ റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് ഡാബിൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഈ ആപ്പ് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് വഴി റോബോട്ടുമായി കണക്ട് ചെയ്യും. ഇനി ഈ ആപ്പിലുള്ള ഒരു ഗെയിം പാഡ് വഴി നമുക്ക് റോബോട്ടിൻ്റെ മൂവ്മെൻറ്റുകൾ കൺട്രോൾ ചെയ്യാം. റോബോട്ടിനെ നിർമ്മിക്കുവാനായി നമ്മളൊരു ചേസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചേസിസ് അക്രിലിക് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് കൊണ്ടോ നിർമ്മിച്ചത് ആവാം. അതുപോലെ ഇതിൽ 2 മോട്ടോറുകളും ഒരു മോണോവീൽ അഥവാ ഒരു കാസ്റ്റർ വീൽ എന്നിവ ഉപയോഗിക്കുന്നുമുണ്ട്. ഈ റോബോട്ടിൻ്റെ കൺട്രോൾ സിസ്റ്റമായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ESP32 ആണ്. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ ഒരു കരിയർ ബോർഡും ഒരു മോട്ടോർ ഡ്രൈവറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ESP32വിൻ്റെ കണക്ഷൻ എളുപ്പമായി ചെയ്യുവാനാണ് നമ്മൾ കരിയർ ബോർഡ് ഉപയോഗിക്കുന്നത്. മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മോട്ടോർ ഡ്രൈവറും ഉപയോഗിക്കുന്നുണ്ട്. ESP32വിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ അനുസരിച്ച് മോട്ടോർ ഡ്രൈവർ ഒരു മോട്ടറിൻ്റെ കറങ്ങുന്ന ദിശയും അവയുടെ സ്പീഡും കൺട്രോൾ ചെയ്യുന്നു. ഇലക്ട്രിക്കൽ സ്കീമാറ്റിക്. ഇതിൽ നിങ്ങൾക്ക് കാണാം ESP32വിൽ നിന്ന് 3 വയറുകൾ ഒരു മോട്ടോർ ഡ്രൈവറിലേക്ക് വരുന്നുണ്ട്. ഇതിൽ 2 വയറുകൾ മോട്ടോറിൻ്റെ ദിശ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ഒരു വയർ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കണക്ട് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ PWM പിൻസുകൾ ഉപയോഗിക്കും. നമ്മളിവിടെ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുന്നത് പിക്ടോബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ്. പിക്ടോബ്ലോക്സിൽ ബ്ലോക്ക് കോഡിംഗ് ഇന്റർഫേസുകൾ ഉണ്ട്. ഇത് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യുന്നത് എളുപ്പമാക്കുവാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യം ESP32വിൽ ഏതൊക്കെ പിന്നിലാണ് കണക്ട് ചെയ്തതെന്നും ഒന്നാമത്തെ മോട്ടർ 2ാമത്തെ പിന്നിലും 4ാമത്തെ പിന്നിലും PWM പിന്നായ 5ാമത്തെ പിന്നിലും അതേപോലെ 2ാമത്തെ മോട്ടർ 25ാമത്തെയും 26ാമത്തെ പിന്നിലും PWM പിന്നായ 27ാമത്തെ പിന്നിലും കണക്ട് ചെയ്തിരിക്കുന്നു. ശേഷം സെറ്റ് ബ്ലൂടൂത്ത് എന്നത് നമ്മൾ ഡാബിൾ ആപ്പ് വഴി ഈ റോബോട്ടിനെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ റോബോട്ടിൻ്റെ പേര് ഇവിടെ എന്താണോ കൊടുത്തത് അതാണ് നമ്മൾ ഫോണിൽ കാണിക്കുക. ഇപ്പോൾ ഈ കോഡിൽ My ESP32 എന്നാണ് ഈ റോബോട്ടിൻ്റെ പേര് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി നമ്മളൊരു ഫോർഎവർ ബ്ലോക്കിനുള്ളിൽ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് കാണാം ഡാബിൾ ആപ്പിൻ്റെ ഗെയിം പാഡിൽ കാണിക്കുന്ന അപ്പ് ഏരോ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 മോട്ടോറുകളും ഫോർവേഡ് ദിശയിൽ അഥവാ മുന്നോട്ട് 100% സ്പീഡോടുകൂടി കറങ്ങണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾക്ക് എല്ലാ ദിശയിലേക്കുമുള്ള പ്രോഗ്രാമുകൾ കൊടുക്കാം. ബ്ലോക്ക് കോഡ് കൊണ്ട് നിർമ്മിച്ച കോഡുകൾ പിക്ടോബ്ലോക്സ് ഓട്ടോമാറ്റിക്കലി മറ്റു കോഡിംഗ് സ്ട്രക്ചറുകളിലേക്ക് മാറ്റും.